ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സാഗറിന്റെ ജീവന് ആപത്താണെന്നറിഞ്ഞ് വീട്ടുകാരെ ആരെയും അറിയിക്കാതെ രാത്രിയിൽ ഒറ്റയ്ക്ക് കൺമണി ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് കുറെ നേരം നടക്കുന്നുണ്ടെങ്കിലും കൺമണിക്ക് ഒരു വണ്ടി പോലും ആ രാത്രിയിൽ കിട്ടാതെ വരികയാണ്. കൺമണി എന്നിട്ട് ഫോൺ എടുത്തിട്ട് വേഗം തന്നെ കൃഷിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ കൃഷിനെ വിളിച്ച് കിട്ടാതെ വരുമ്പോൾ വീണ്ടും കൺമണി നടക്കുകയാണ്. രാത്രിയിൽ ഒറ്റയ്ക്ക് പോകുന്നതിന്റെ പേടിയും സാഗറിന് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയുമുണ്ട് കൺമണിക്ക്. വീണ്ടും കൺമണി ഹോസ്പിറ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഓട്ടോക്കാരൻ കൺമണിയെ വിളിക്കുന്നുണ്ട്. എന്താണ് മോളെ കാര്യം? ഈ രാത്രിയിൽ ഇതെങ്ങോട്ടാണോ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് കൺമണിയോട് ചോദിക്കുകയാണ്. കൺമണി എന്നിട്ട് ആ ഓട്ടോക്കാരനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. പിന്നീട് ആ ഓട്ടോക്കാരൻ കൺമണിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അതേ സമയത്ത് കൺമണിയുടെ ഫോൺ കോൾ വരുന്ന സമയത്ത് കൃഷ് ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാവുകയാണ്. കൃഷ് തിരിച്ച് കൺമണിയെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും കൺമണിയെ കിട്ടുന്നില്ല. കൺമണിയുടെ കാര്യം പറഞ്ഞ് കൃഷും മാനസിയും തമ്മിൽ തർക്കമുണ്ടാകുന്ന സമയത്താണ് കൺമണി കൃഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. കൺമണിയെ വിളിച്ച് കിട്ടാതെ വരുമ്പോൾ കൃഷ് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. കൺമണിയെ വിളിക്കുമ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. പിന്നീട് ധനലക്ഷ്മി എല്ലാവരോടും കൂടി വീട്ടിൽ പറയുന്നുണ്ട്, കൺമണി ഇവിടെ ഇല്ല, ഈ രാത്രിയിൽ എങ്ങോട്ടോ ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, കൺമണി റൂമിൽ തന്നെയുണ്ട്, അവൾ ഈ രാത്രിയിൽ എവിടെ പോവാനാണെന്ന് ചോദിക്കുകയാണ്. ഗോകുലപ്പോ ശ്രീനിവാസനോട് പറയുന്നുണ്ട്, ചേച്ച അപ്പ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോ ശ്രീനിവാസൻ ആകെ ഷോക്കാവുകയാണ്. എന്നിട്ട് ഗോകുലിനോട് ചോദിക്കുന്നുണ്ട്, കൺമണി എവിടെ പോയി? അവൾ ഈ രാത്രിയിൽ വീണ്ടും എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോ ഗോകുൽ കാര്യങ്ങളെല്ലാം ശ്രീനിവാസനെയും എല്ലാവരെയും അറിയിക്കുകയാണ്. സാഗർ സാറിന്റെ ജീവന് ആപത്താണെന്ന് അപ്പ അറിഞ്ഞു, ആരോ വിളിച്ച് അപ്പയോട് പറഞ്ഞു, അതറിഞ്ഞിട്ട് അപ്പ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്, എന്നോട് പറഞ്ഞിട്ടാണ് അപ്പ എവിടുന്ന് പോയതെന്ന് ഗോകുല് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ശ്രീനിവാസൻ ആകെ പേടിക്കുന്നുണ്ട്. പിന്നീട് ശ്രീനിവാസനും ഗോകുലും തമ്മിൽ പുറത്ത് വെച്ച് സംസാരിക്കുകയാണ്. എല്ലാം നടക്കുന്നവരുടെ ഇടയിലേക്കാണോ അവൾ കയറിപ്പോയിരിക്കുന്നതെന്ന് ശ്രീനിവാസൻ ഗോകുലിനോട് ചോദിക്കുമ്പോ ഗോകുല് ശ്രീനിവാസനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ ടെൻഷൻ ആവണ്ട, ഇവിടെ കൃഷ് സാർ ഉണ്ടല്ലോ, സാറ് അപ്പയെ രക്ഷിക്കുമെന്ന് പറയുകയാണ്. പിന്നീട് പോലീസുകാരുടെ ഐഡന്റിറ്റി കാർഡും ഇട്ട് സുമിത്രയും ബാലുവും പറഞ്ഞയച്ച ആ ഗുണ്ടകൾ സാഗർ കിടക്കുന്ന ഐസിയുന്റെ അവിടേക്ക് വരികയാണ്. കൃഷ് എന്നിട്ട് അവരോട് ആരാ എന്ന് ചോദിക്കുമ്പോ ആ ഗുണ്ടകൾ ഐഡന്റിറ്റി കാർഡ് കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ജോലി നിങ്ങൾ തടസ്സപ്പെടുത്തരുത്, ഞങ്ങൾ പോലീസുകാരാണ്, സാഗർ സാറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഏൽപ്പിച്ചവരാണ് ഞങ്ങളെന്ന് പോലീസുകാരെ കൃഷിനോട് പറയുന്നുണ്ട്. ഇതെല്ലാം മാനസിയും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് സാഗർ കിടക്കുന്ന ഐസിയുനുള്ളിലേക്ക് ആ 3 ഗുണ്ടകളും പോലീസുകാരാണെന്ന് പറഞ്ഞ് കയറിപ്പോവാണ്. അപ്പോഴേക്കും അതിനു പിന്നാലെ നേഴ്സുമാരുടെ വേഷമണിഞ്ഞ് സുമിത്രയും ബാലുവും സാഗറിന്റെ ഐസിയിലേക്ക് വരുന്നുണ്ട്. സുമിത്രയും ബാലുവിനെയും കാണുമ്പോ കൃഷിന് അവരെ കണ്ട് സംശയം തോന്നുന്നുണ്ട്. എല്ലാം ആലോചിച്ചുകൊണ്ട് കൃഷാകെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കൺമണിയും ആ ഓട്ടോക്കാരനും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. കൺമണിയുടെ കൂടെ ആ ഓട്ടോക്കാരനും ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറി വരികയാണ്. ആകെ ടെൻഷൻ അടിച്ച് വെപ്രാളപ്പെട്ടുകൊണ്ടാണ് കൺമണി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. പിന്നീട് ഐസിയിൽ കിടക്കുന്ന സാഗറിനെ കാണിക്കുന്നുണ്ട്. സാഗർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആ 3 ഗുണ്ടകളും മിത്രയും ബാലുവും കൂടി വരുന്നത്. സാഗർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഗുണ്ടകളിൽ ഒരാൾ സാഗറിന്റെ വായും മൂക്കുമെല്ലാം അടച്ചു പിടിക്കുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. കൺമണി എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിയതിനാൽ സാഗറിന്റെ ജീവൻ കൺമണി ഉറപ്പായിട്ടും രക്ഷിച്ചിരിക്കും. നാളെ എന്തായാലും വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.